മലയാളത്തിൻ്റെ ലാലേട്ടൻ, എൻ്റെ ലാലേട്ടന് ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ. ഞാനിരിക്കും വരെ ഇങ്ങനെ ഇതുപോലെ വയസ്സാവാതെ അങ്ങനെ തന്നെ പോകണമെന്നാണ് എൻ്റെ ആഗ്രഹം. സിനിമ D3 മലയാളത്തിൻ്റെ സ്വന്തം ഫ്രാഞ്ചൈസി. ദൃശ്യം 1 ഒരു പ്രതീക്ഷയില്ലാതെ വന്ന് തൂക്കിയടിച്ച് ഇൻഡസ്ട്രി ഹിറ്റായി. ദൃശ്യം 2 OTTയിൽ വരുന്ന സമയത്ത് OTTക്ക് വേണ്ടിയിട്ട് തട്ടിക്കൂട്ടി അവർക്ക് വേറെ ജോലിയിലൊന്നുമില്ല ഇറക്കിയ സാധനം സിനിമ എന്നുള്ള രീതിയിൽ വിചാരിച്ചുകൊണ്ടിരുന്നിടത്ത് അതും ഞെട്ടിച്ച് ഇപ്പോൾ ദൃശ്യം 3 വരുമ്പോഴും ജിത്തു ജോസഫ് തുടരെ ഫ്ലോപ്പുകൾ ഇറക്കിക്കൊണ്ടിരുന്നിട്ട് ഇതും എന്താ എന്നുള്ള സെറ്റപ്പിൽ ആൾക്കാരിരിക്കുന്ന സമയത്ത് ഇതും വന്നൊരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് തൂക്കി അടിക്കുമോ എന്നുള്ളതാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. പടം കൊള്ളാമെന്ന് പറയാം, ഇല്ലെങ്കിൽ കൊള്ളില്ല എന്ന് പറയാം, എന്തെങ്കിലും പറഞ്ഞിട്ട് പോടേന്നായിരിക്കും നിങ്ങൾ ആലോചിക്കുന്നത്. പറയാം, മാക്സിമം സ്പോയിലറൊന്നും ഇല്ലാതെ പറയാനാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ സിനിമ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ദൃശ്യത്തിൽ നമ്മുടെ ജോർജ് കുട്ടിയും കുടുംബവും ഒക്കെ ഇപ്പം അവരുടെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് അവരെന്തായി ഏത് സ്ഥിതിയായെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരിക്കൽ കാണാവുന്ന സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അല്ലാതെ മറ്റത് ഇതൊക്കെ വെച്ചിട്ടൊന്നും നമ്മളിതിനെ നോക്കിക്കഴിഞ്ഞാൽ ഇത് അതിൻ്റെ പരിധിയിലൊന്നും വരാത്തൊരു സിനിമയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ക്ലൈമാക്സിലൊക്കെ അവസാനമൊക്കെ കുറേ നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ കഥാഗതി പോകുന്നുണ്ട്, ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ എല്ലാം ഉണ്ട്. അത് കുറേ പേർക്ക് വർക്കായിട്ടുണ്ട്. കുറേ തിയേറ്ററിലൊക്കെ ഓരോ ഇതിനും ആൾക്കാർ കൈയടിക്കുന്നുണ്ടായിരുന്നു, അവർക്ക് ഹൈ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്കിതൊക്കെ ഫോഴ്സ്ഡായിട്ടും ഒരു ഇത് ചെയ്യാൻ വേണ്ടി ചെയ്തു വച്ചിരിക്കും പോലത്തെ കാര്യങ്ങളായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. കേരള പോലീസിന് ആയിട്ടുള്ള ആനുവൽ ഹ്യൂമിലിയേഷൻ പ്രോഗ്രാമായിട്ട് വരുന്ന സിനിമയാണ് ദൃശ്യം 1, ദൃശ്യം 2, ദൃശ്യം 3. അതും അങ്ങനെ തന്നെ. ഈ പടത്തിൽ ഇതിൻ്റെ തുടക്കം ജോർജ് കുട്ടി അദ്ദേഹത്തിൻ്റെ സിനിമ റിലീസായി വലിയ വിജയമാകുന്നു. പിന്നെ മോളെ കെട്ടിച്ചയക്കണം, ഇളയതിൻ്റെ പഠിത്തം, അങ്ങനെ ഒരുപാട് പരിപാടികൾ ഒക്കെ ജോർജ് കുട്ടിയിലുണ്ട്. അതിൻ്റെ ഇടയിൽ ജോർജ് കുട്ടി കുറ്റബോധമുണ്ട്. കാരണം എന്തായാലും ഒരു തെറ്റ് ചെയ്തിട്ടുണ്ട്. നാട്ടുകാരൊക്കെ ഒരുമാതിരി ഇങ്ങനെയൊക്കെ നോക്കുന്നുണ്ട്, പോലീസുകാരൊക്കെ നോക്കുമ്പോൾ ഒരു വിയേഡ് ഫീലിംഗ് ആണ് നമ്മളൊരു കുറ്റവാളിയെ നോക്കുമ്പോൾ. കാരണം തെറ്റേറ്റുണ്ടെന്ന് ലോകത്തെല്ലാവർക്കും അറിയാം, പക്ഷേ തെളിവില്ല എന്നുള്ളൊരു സാഹചര്യത്തിൽ അതിൻ്റെ പ്രശ്നമായിട്ട് ജോർജ് കുട്ടി മുന്നോട്ട് പോകുന്നതാണ് സിനിമയിൽ ഒരുപാട് നേരം കാണിക്കുന്നത്. എൻ്റെ ഫസ്റ്റ് ഹാഫ് എൻ്റെ ഇൻ്റർവൽ ബ്ലോക്കിനകത്ത് ഒരു സാധനം ചെയ്തു വയ്ക്കാൻ വേണ്ടിയിട്ട് മാത്രം നീട്ടിക്കൊണ്ടുപോയ ഒരു ഫസ്റ്റ് ഹാഫ്. മറ്റ് സിനിമകളിലൊക്കെ എന്ന് പറഞ്ഞാലും ലാസ്റ്റ് ക്ലൈമാക്സിൻ്റെ അവിടെ ഇവർ കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് സെറ്റപ്പ് ചെയ്ത് വയ്ക്കുന്നുണ്ട് തുടക്കം മുതലേ. അത് പിന്നീട് കണക്റ്റായി വരുന്നുണ്ട്, ഒരു ഷെക്കോസ് ഗണ്ണൊക്കെ പോലെ. പക്ഷേ ഇതിൽ അങ്ങനെയൊന്നുമില്ല. ഇതിലെ കുടുംബം ഇങ്ങനെ കാണിച്ചങ്ങ് പോവുകയാണ്. അല്ലെങ്കിൽ മീനേരെ അഭിനയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീനേരെ അഭിനയവും പ്ലസ് ഭാഗ്യലക്ഷ്മിയുടെ ഡബ്ബിങ് കൂടി ഡെഡ്ലി കോംബോയാണ്. പക്ക സീരിയൽ. സിനിമ ഫസ്റ്റ് ഹാഫ് പലയിടത്തും സീരിയലായിട്ട് താഴെ വീഴുന്നുണ്ട്. ഞാൻ ഒരു ഘട്ടത്തിൽ ആലോചിച്ച് ജോർജ് കുട്ടിക്ക് ഇത് മീനേരെ തലയിൽ വെച്ച് കൊടുത്തിട്ട്, ജോർജ് കുട്ടി സമാധാനമാണല്ലോ വേണ്ടത്, മീനെ ഒന്ന് ജയിലിലങ്ങ് അയച്ചിരുന്നെങ്കിൽ അവനും പിള്ളേർക്കും ബാക്കി സമാധാനമായിട്ട് ജീവിക്കുക എന്നുള്ള രീതിയിലുള്ള ഒരു ഇത്. അതിൻ്റെ ഇടയിൽ പക്ഷേ എസ്ത്ര അനിലിൻ്റെ കുറച്ച് കുറുമ്പും കാര്യങ്ങളൊക്കെ കുറച്ച് അത്യാവശ്യം രസമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ഹാഫിൽ. സിനിമയുടെ തുടക്കത്തിൽ ഒരു ഗ്ലിംസ് കാണിക്കുന്നുണ്ട് ദൃശ്യം 1, 2 മൊത്തം ചേർത്തിട്ട്. അതിൽ ദൃശ്യം 1 ലാലേട്ടൻ കുറച്ച് ഏറെ നിൽക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ ഈ ലാലേട്ടൻ്റെ ഈ ഒരു സാധനം ഉണ്ടല്ലോ, ലാലേട്ടൻ ആബ്സെൻറ്റ് മൈൻഡഡായിട്ട് പോകുന്നതും ഈ ഒരു പെട്ടെന്ന് വെപ്രാളവും കാണിക്കുന്നതും അങ്ങ് കുറേയിടത്ത് കുറേ പെർഫോമൻസിൻ്റെ കുറേ സാധനങ്ങൾ ഫസ്റ്റ് ഹാഫിൽ ഉണ്ടായിരുന്നു കേട്ടോ. ലാലേട്ടൻ്റെ ഒരു പെർഫോമൻസ് കാരണം ഫസ്റ്റ് ഹാഫ് തീരെ അങ്ങ് സീരിയൽ പോലെ പോകും, അത് നമുക്ക് കണ്ടിരിക്കാവുന്ന ലെവലിൽ എനിക്ക് തോന്നിയത്. അതുപോലെ ലാലേട്ടൻ ഇംഗ്ലീഷ് അറിഞ്ഞുകൂടാതെ ഇംഗ്ലീഷൊക്കെ സംസാരിക്കുമ്പോഴുള്ള ഒരു പരിഭ്രമം, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് ലാലേട്ടൻ്റെ ആയിട്ട്. അങ്ങനെ പോയിട്ട് ഇൻ്റർവൽ ബ്ലോക്കിൽ ഇവർക്കൊരു സാധനം കാണിക്കാനുണ്ടായിരുന്നു, അത് കാണിച്ചു, അത് രസമായിരുന്നു. അത് കഴിഞ്ഞ് സെക്കൻഡ് ഹാഫിൽ പോകുന്ന വഴിക്ക് മറ്റേ പടത്തിൻ്റെ അതേ ടെംപ്ലേറ്റ്, പ്രതീക്ഷിക്കാത്ത ഈ കേസ് കുത്തിപ്പൊങ്ങി വരുന്നു, അതിൻ്റെ പിറകിൽ നടക്കുന്നു, ലാസ്റ്റ് എന്താവുന്നു, അതൊക്കെ തന്നെ. അതിൽ കുറേ ട്വിസ്റ്റുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇപ്പോൾ ഈ സിദ്ദിഖിൻ്റെ ക്യാരക്ടർ, അതുപോലെ മുരളി ഗോപിയുടെ ക്യാരക്ടർക്ക് വരുമ്പോഴേക്കും ഇവർ കോമഡി പീസായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇവരുടെ സംസാരം ഇതിലെല്ലാം ഡയലോഗ്സ് എല്ലാം ആദ്യം നാടകീയത അവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവരുടെ ഇപ്പം ജോർജ് കുട്ടി ഒരു സാധനം തരണം ചെയ്യണമെങ്കിൽ ലോകത്താരും ചിന്തിക്കാത്ത ഒരു സാധനത്തിന് ലോകത്താരും ചിന്തിക്കാത്ത രീതിയിൽ ജോർജ് കുട്ടി കൗണ്ടർ ചെയ്യണം. അങ്ങനെ കാണിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കി വെച്ച സിറ്റുവേഷനും കാര്യങ്ങളൊന്നും യാതൊരു ലോജിക്കും ഇല്ലാത്ത രീതിയിലാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഞാൻ പറഞ്ഞത് ഇത് എനിക്ക് മാത്രം തോന്നിയിട്ടുള്ളതാണ്. ബാക്കി തിയേറ്ററിലൊക്കെ ഭയങ്കര കയ്യടി ബഹളമായിരുന്നു ഓരോന്നിനും. പക്ഷേ ഇത് ഇങ്ങനെ ചെയ്യാമായിരുന്നെങ്കിൽ ഇത് ഇത്രയും കഷ്ടപ്പെടേണ്ട കാര്യമില്ലല്ലോ, വേറെ ഓപ്ഷൻസ് ഉണ്ടല്ലോ എന്നുള്ള രീതിയിൽ നമുക്ക് തോന്നിപ്പോകുന്ന രീതിയിൽ ഒരുപാട് സീനുകൾ വന്നിട്ടുണ്ട്. അതുപോലെ അയാളെ നമ്മുടെ സിദ്ദിഖിൻ്റെ കയ്യിൽ തെളിവ് വെച്ച് കൊടുത്തതാണ്, എന്നാൽ നീ കർമ്മം ചെയ്തോന്ന്. അപ്പോഴൊക്കെ അത് വെച്ചിട്ട് കിണിച്ചോണ്ടിരുന്നിട്ട് പിന്നെ വന്നിട്ട് കാര്യമുണ്ടോ? അങ്ങനെയൊക്കെ ഇതിൽ ഞാൻ പറഞ്ഞു പ്രതീക്ഷിക്കാത്ത അപ്രതീക്ഷിതമായിട്ടുള്ള സാധനങ്ങൾ പടത്തിലുണ്ട്. ട്വിസ്റ്റുകളും കാര്യങ്ങളും അവിടെ നമുക്ക് മറ്റേ സിനിമയിൽ ഹൈ കിട്ടുന്നത് പോലെ തന്നെയാണ് ഇതിൽ ചെയ്തു വെച്ചിരിക്കുന്നത്. അത് എനിക്ക് വർക്കൗട്ടായിട്ടില്ല എന്നതൊഴിച്ചു കഴിഞ്ഞാൽ തിയേറ്ററിൽ ഒരുപാട് പേർക്ക് വർക്കായിട്ടുണ്ട്. അതുകൊണ്ട് ചിലപ്പം നിങ്ങളുടെ കപ്പ് ഓഫ് ടീ ആയിരിക്കാം ഈ സിനിമ എന്നുള്ളതാണ് എനിക്കിതിൽ പറയാനുള്ളത്. പിന്നെ ആശാ ശരത്ത് മറ്റതിൻ്റെ പോലെ അത്ര വലിയ റോളൊന്നുമല്ല, സൈഡായിട്ടുണ്ട്.
അൻസിബ ഹസൻ തരക്കേടില്ല ചെയ്തു പോയിട്ടുണ്ട്. എസ്തർ അത്യാവശ്യം കൊള്ളാമായിരുന്നു. സെക്കൻഡ് ഹാഫിൽ ചിലയിടത്ത് വെറുപ്പിക്കലുണ്ടായിരുന്നു. ഫസ്റ്റ് ഹാഫിൽ കൊള്ളായിരുന്നു. വീണ നന്ദകുമാർ ഫസ്റ്റ് ഹാഫ് തള്ളിക്കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു കഥാപാത്രം. പിന്നെ ആവിർഭാവ് എന്നൊരു പയ്യനുണ്ട്, കൃഷ്ണപ്രഭ. അതെ, മറ്റേലുള്ള ആൾക്കാരെല്ലാം ഇതിനകത്ത് കൊണ്ട് കണക്ട് ചെയ്തുകൊണ്ട് വരണം. അതിന് വേണ്ടിയിട്ട് സ്ക്രിപ്റ്റിൽ അങ്ങനെ കിടന്ന് പണിയെടുത്തിരിക്കുകയാണ്. എല്ലാവരും എവിടെ കൊണ്ടുവരണം. ദിനേശ് പ്രഭാകറിൻ്റെ കാര്യങ്ങളും പ്രഭാകറിൻ്റെ ജീവിതം മുന്നോട്ട് പോകുന്നത് അതും ഒട്ടും കൺവിൻസ്ഡ് അല്ല. അത് ലോജിക്കലി അങ്ങനെയാണോ എന്ന് എനിക്കറിയത്തില്ല. അത് എനിക്ക് വർക്കൗട്ടായില്ല. പിന്നെ ഗണേശുണ്ട്, 10,000 രൂപ തരും, അതുപോലത്തെ ഒരു ക്യാരക്ടർ. അതേപോലെ തന്നെ പീറ്റർ പിടിച്ചു പോയിട്ടുണ്ട്. ശിവ ഹരിഹരനുണ്ട്, ഇർഷാദ് അലിയുണ്ട്, ശ്രീകാന്ത് മുരളി, അജിത് കൂത്താട്ടുകുളം ഈ പടത്തിലും കൊണ്ടുവന്നിട്ടുണ്ട്. ആദം മയൂബ്, സുമേഷ് ചന്ദ്രൻ, ഇവരൊക്കെയാണ് പിന്നെ അഭിനയിച്ചിരിക്കുന്നത്. മേക്കിംഗ് ഒക്കെ ഞാൻ പറഞ്ഞില്ലേ, ക്ലൈമാക്സിൻ്റെ അടുപ്പിച്ച് വരുന്ന സമയത്ത് കുറച്ച് സിനിമാറ്റിക് സംഭവമായിട്ട് വരുന്നുണ്ട്. അതുവരെ ഇത് സീരിയലിൽ തന്നെ സതീഷ് കുറുപ്പ്, വിനായക് VS എഡിറ്റിങ്, അനിൽ ജോൺസൻ്റെ മ്യൂസിക് സീരിയലിന് ഒരു ആക്കം കൂട്ടുന്നുണ്ട്. ഇത് സീരിയലാണെന്ന്, സിനിമയല്ല, നിങ്ങൾ ഒരു കാരണവശാലും സീരിയലായിട്ട് വിചാരിക്കരുത്. സീരിയലാണെന്നുള്ളത് തന്നെ നിങ്ങളങ്ങ് വിചാരിച്ചോ എന്നുള്ള രീതിയിൽ കാണിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് നമ്മളെ മ്യൂസിക്കും പണിയെടുത്തിട്ടുള്ളതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ വേറെ ടെക്നിക്കലൊന്നും പറഞ്ഞില്ല. പിന്നെ ബിജു കാണാൻ ഒരു ചെറിയ റോൾ ചെയ്ത് പോയിട്ടുണ്ട് ഇതിനകത്ത്. അത് ആകെപ്പാടെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ജോർജ് കുട്ടി ഇപ്പം എന്തായി, ഇത് ഇവരുടെ ജീവിതം മുന്നോട്ട് പോകുന്നത് ഇപ്പോൾ നിലവിൽ എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളൊരു അപ്ഡേറ്റ് അറിയാൻ വേണ്ടിയിട്ട് ഈ സിനിമ ഒരിക്കൽ കാണാം. അല്ലാതെ മറ്റൊന്നും ഇത് വെച്ചൊന്നും നമ്മൾ വിചാരിച്ച് കാണാതിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു തവണ കാണാമെന്നുള്ളൊരു സിനിമയായിട്ട് തോന്നുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ചിലർക്ക് ഭയങ്കര സംഭവമായിട്ടും തോന്നാം. ഡിപ്പെൻസ്, കപ്പ് ഓഫ് ടീ. അപ്പോൾ അതാണ് ഞാൻ എൻ്റെ അഭിപ്രായത്തിൽ ഇത് മതി. മറ്റേ അവതാർ വെച്ച് മതിയാക്കിയതാൽ ഇത് മതിയാക്കി അവരെന്തെങ്കിലും ചെയ്ത് ജീവിച്ചോട്ട് പോട്ടെ. ആമസോൺ, ഫ്ലിപ്കാർട്ട്, അജിയോ, മിന്ത്ര മുതലായ ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റുകളിലൊക്കെ കുറേ ഓഫർ ഡെയിലി വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അറിയാതെ പോകുന്ന അത്തരം ഓഫറുകളൊക്കെ നമ്മുടെ വാട്സാപ്പ് ചാനലിൽ റെഗുലർലി അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ നമ്മളെ വാട്സാപ്പ് ചാനൽ ഒന്ന് ഫോളോ ചെയ്തോളൂ. ലിങ്ക് ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. വരട്ടെ.